പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം. മുൻ കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനമായ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. പഴയ കൊച്ചി രാജ്യത്തിലെ 8 രാജകീയ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ്. അനന്തന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. സന്താനഗോപാലമൂർത്തി എന്ന രൂപത്തിലാണ് വിഷ്ണു ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നത്. ഈ മൂർത്തിയെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനനുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. കൊച്ചിയിലെ രാജകുടുംബമായ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ കുലദൈവമാണ് പൂർണ്ണത്രയീശൻ. ശ്രീരാമം രഘുകുലതിലകം ശിവധനുഷാഗ്രഹീത സീതാഹസ്തം അങ്കുല്യാഭരണശോഭിതം ചൂടാമണിദർശനകരം ആഞ്ജനേയം ആശ്രയം വൈദേഹ്യമനോഗഹരം വാനരസൈന്യസേവിതം സർവമംഗളകാര്യാനുകൂലം ശ്രീരാമചന്ദ്ര സന്തതം പാലയമാം. പിബരേ രാമരസം എന്ന പരിപാടിയുടെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിബരേ രാമരസം ഭാവയാമി രഘുരാമം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാത്മീകി കോകിലം. എല്ലാവർക്കും നമസ്കാരം. അധികമാരും ചിന്തിക്കാത്ത ഒരു മേഖലയാണ് രാമായണവും ഭാരതത്തിൻ്റെ ചരിത്രവും എന്നുള്ളത്. ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ രാമായണത്തെ മാറ്റി നിർത്തിയാൽ ഭാരതമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. രാമായണം ഉണ്ടായ കാലഘട്ടം മുതൽ ഇന്ന് വരെ രാമായണത്തിന് അതിൻ്റെതായ ഒരു വലിയ പ്രസക്തിയുണ്ട്. ഇന്നും നമ്മൾ നാലമ്പല ദർശനവും രാമായണ പ്രഭാഷണവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ രാമായണത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ളത് വ്യക്തമാണ്. രാമായണത്തിൻ്റെ കാലഘട്ടം ഏകദേശം 5000 മുതൽ 10000 വരെ വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ വിശ്വാസമനുസരിച്ച് ത്രേതായുഗത്തിലാണ് രാമൻ ജനിച്ചത്. ഇപ്പോൾ കലിയുഗം, ഇതിനു മുമ്പ് ദ്വാപരയുഗം, അതിനു മുമ്പാണ് ത്രേതായുഗം. അപ്പോൾ ഏകദേശം 18 ലക്ഷത്തോളം വർഷം മുമ്പാണ് രാമൻ ജനിച്ചത് എന്ന വിശ്വാസത്തിൻ്റെ ഒരു തലം നമുക്കൊരു പക്ഷേ അത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം. ആധുനിക കാലഘട്ടത്തിലെ ചരിത്രപരമായ ഗവേഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ 5000-നും 10000-നും വർഷങ്ങൾക്കുള്ളിലാണ് രാമായണം ഉണ്ടായത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അയോധ്യയിൽ നടത്തിയ ഉദ്ഖനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ BC 1000-നപ്പുറം അയോധ്യയിൽ ഒരു നഗരമുണ്ടായിരുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ ലോകം ഉള്ളിടത്തോളം കാലം പർവ്വതങ്ങളും നദികളും കരയും കടലും എല്ലാം ഉള്ളിടത്തോളം കാലം രാമായണവും ഉണ്ടാവും എന്നുള്ളത്. ഇത് പലപ്പോഴും നമുക്കൊരു അതിശയോക്തിയായി തോന്നാം. പക്ഷേ രാമായണത്തിൻ്റെ ഇതുവരെയുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇതിൽ അതിശയോക്തി ഇല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അത്രയധികം പ്രാധാന്യമുള്ള ഒരു പ്രാചീന ഗ്രന്ഥമാണ് രാമായണം. ആദികാവ്യമാണ് രാമായണം, ആദ്യമായി ഉണ്ടായ ഒരു കാവ്യം. ഇതിലെ സ്ഥലങ്ങളും വ്യക്തികളും സംഭവങ്ങളും എല്ലാം ഇന്നും പ്രസക്തമാണ്, എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും രാമായണം കൈലാസം മുതൽ ശ്രീലങ്ക വരെ ഉള്ള സ്ഥലങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. രാമായണത്തിൻ്റെ തുടക്കത്തിൽ ഹിമാലയത്തിൽ ഇരുന്ന് ശിവനും പാർവതിയും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്.
അവസാനിക്കുന്നത് ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്ന രാവണ യുദ്ധത്തിലാണ്. നോക്കൂ, അതിനിടയ്ക്ക് ഉള്ള സംഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ശ്രീരാമൻ്റെ കൊട്ടാരം അയോധ്യയാണ്. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ. ചരിത്രത്തിൽ ജനപദങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കോസല രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത് ക്രിസ്തുവിന് മുമ്പാണ്, BC കാലഘട്ടത്തിലാണ്. ഏകദേശം 2000-3000 വർഷം പഴക്കമാണ് ഈ ഒരു കാലത്തിനുള്ളത്. അപ്പോൾ അയോധ്യ ചരിത്രപരമായി ഇന്നും പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് മിഥിലാപുരി, രാമൻ്റെയും സീതയുടെയും സ്വയംവരം നടന്നത് മിഥിലാപുരിയാണ്. ജനകൻ്റെ കൊട്ടാരം ജനക്പൂർ, ആദ്യത്തെ മിഥിലാപുരിയുടെ ആദ്യ ഘട്ടം ഉണ്ടായത് ജനക്പൂരിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് ജനക്പൂർ ഉള്ളത് നേപ്പാളിലാണ്. പിന്നീട് വനവാസ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അയോധ്യയിൽ നിന്നും പുറപ്പെട്ട രാമൻ മധ്യപ്രദേശിൽ എത്തിച്ചേരുന്നു. മധ്യപ്രദേശിലെ ചിത്രകൂടത്തിൽ രാമനും ലക്ഷ്മണനും സീതയും താമസിച്ചതായിട്ട് നമ്മൾ രാമായണത്തിൽ വായിക്കുന്നു. പിന്നീട് നോക്കൂ, മഹാരാഷ്ട്രയിലെ പഞ്ചവടിയിൽ അവർ താമസിച്ചതായിട്ട് ധാരാളം സംഭവങ്ങൾ പഞ്ചവടിയിൽ നടന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം പറയുന്ന മറ്റൊരു സ്ഥലമാണ് കിഷ്കിന്ത. വാനര രാജധാനിയാണ് കിഷ്കിന്ത. കിഷ്കിന്ത ഇന്ന് കർണാടകത്തിലാണ്. ഹംപിയോട് ചേർന്ന് ഒക്കെയാണ് കിഷ്കിന്ത സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, മധ്യപ്രദേശ് ഉണ്ട്, ബീഹാർ, മിഥിലാപുരി ബീഹാറുണ്ട്, നേപ്പാൾ ഇതിനകത്ത് വരുന്നുണ്ട്, പിന്നീട് മഹാരാഷ്ട്ര, കർണാടക, അവസാനം കേരളവും തമിഴ്നാടും. അങ്ങനെ ശ്രീലങ്കയിൽ രാമൻ എത്തിച്ചേരുന്നു. കേരളത്തിൽ ശബരിമല, ശബരിയുടെ ആശ്രമം, ശബരിയെ കാണാൻ വേണ്ടി ശ്രീരാമൻ വരുന്നുണ്ട്. പമ്പാ നദിയുടെ തീരപ്രദേശം രാമായണത്തിൽ പ്രതിപാദ്യ വിഷയമാണ്. പിന്നീട് തമിഴ്നാട്ടിലേക്ക് നമ്മൾ ചെന്നാൽ രാമേശ്വരത്താണ് രാമൻ പരമശിവനെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്തത്. പിന്നീട് അതിനടുത്ത് ധനുഷ്കോടിയിൽ നിന്നാണ് സേതുബന്ധനം നടത്തി ലങ്കയിൽ എത്തിച്ചേർന്നത്. അപ്പം നോക്കൂ, ഒരു രാജ്യത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥല ശ്രേണിയാണ് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം വളരെ കാലം മുമ്പ് തന്നെ ഇതൊരു പ്രദേശമാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് രാമായണം. ഇന്നും ഈ പ്രദേശങ്ങൾ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശങ്ങളായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നീട് നോക്കൂ, രാമായണത്തിലെ വ്യക്തികൾ, കഥാപാത്രങ്ങൾ, അത് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. രാമനായാലും സീതയായാലും ലക്ഷ്മണനായാലും ഭരതനായാലും ഹനുമാനായാലും വിഭീഷണനായാലും ഗുഹനായാലും അങ്ങനെ എന്ന് വേണ്ട രാമായണത്തിലെ ധാരാളം കഥാപാത്രങ്ങൾ ഇന്നും നമുക്ക് പ്രചോദനവും മാതൃകയും ഒക്കെയാണ്. പിന്നീട് നോക്കൂ, രാമായണം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ എല്ലാ കാലഘട്ടത്തിലും രാമായണത്തിൻ്റെ പരിഭാഷയും രാമായണവുമായി ബന്ധപ്പെട്ട ധാരാളം സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് കേവലം ഹിന്ദു രാജാക്കന്മാർ നമ്മുടെ നാട് ഭരിക്കുമ്പോൾ മാത്രമല്ല, മുസ്ലിം രാജാക്കന്മാർ നാട് ഭരിക്കുമ്പോഴും രാമായണത്തിന് ഉയർച്ചയും തകർച്ചയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. മുഗൾ ഭരണാധികാരിയായ ബാബർ ഇവിടെ വന്ന് അയോധ്യയിൽ നിൽക്കുന്ന രാമമന്ദിരം തകർത്ത്, നോക്കൂ, നമ്മുടെ സംസ്കാരത്തിൻ്റെ കേന്ദ്രം, നമ്മുടെ ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒക്കെ കേന്ദ്രം ക്ഷേത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കിയ ബാബർ ആ മന്ദിരം തകർക്കുകയാണ് ചെയ്തത്. ഈ അടുത്ത കാലത്താണ് നമ്മളത് പുനർനിർമ്മിച്ചത്. പിന്നീട് നോക്കൂ, അക്ബറുടെ ഭരണകാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ അക്ബറുടെ കാലഘട്ടത്തിൽ പേർഷ്യൻ പരിഭാഷ ഉണ്ടായി രാമായണത്തിന്. അക്ബർ രാമായണത്തിലെ കഥകളോടൊക്കെ ആകർഷണനായി എന്നാണ് പറയപ്പെടുന്നത്. ഖ്വാജ മുഹമ്മദ് എന്നുള്ള ഒരാളാണ് അക്ബറുടെ ഭരണകാലഘട്ടത്തിൽ രാമായണത്തിൻ്റെ പേർഷ്യൻ പരിഭാഷ നിർവഹിച്ചത്. പിന്നീട് ഷാജഹാൻ ചെങ്കോട്ട പണിത സമയത്ത് ചെങ്കോട്ടയിലെ ചുമരിൻ്റെ മുകളിൽ രാമൻ്റെയും സീതയുടെയും ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നീട് വന്ന ഔറംഗസേബ്, അദ്ദേഹം മതവിരുദ്ധമാണ് രാമായണം എന്ന് പറഞ്ഞ് രാമായണത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. മുഗൾ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ദക്ഷിണേന്ത്യ ഭരിച്ച
ടിപ്പു സുൽത്താൻ രാമായണം ഇവിടെ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞത് ഞാൻ രാമനാണ്, ബ്രിട്ടീഷുകാരാണ് രാവണൻ. അപ്പൊ ജനങ്ങളുടെ വികാരം ബ്രിട്ടീഷുകാർക്ക് എതിരാക്കി മാറ്റാൻ അദ്ദേഹം നടത്തിയ ഒരു തന്ത്രം കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ്. എന്തായാലും എല്ലാ കാലഘട്ടത്തിലും രാമായണം വളരെ പ്രസക്തമായിരുന്നു. അത് ഏത് മതവിശ്വാസികളായാലും രാമായണത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നീട് മറ്റുള്ള തെളിവുകൾ ധാരാളം നമുക്ക് മുമ്പിലുണ്ട്. നാസിക്കിൽ നിന്നും നമുക്കൊരു സ്റ്റോൺ പില്ലർ, ഒരു കൽ സ്തംഭം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് BC 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനകത്ത് രാമ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്ന് തന്നെ നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. രാമന്റെയും സീതയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത നാണയങ്ങളും ഇവിടെ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് നോക്കൂ, വിദേശ സഞ്ചാരികളായ മെഗസ്തനിസ്, ഇദ്ദേഹം ഗ്രീക്ക് സഞ്ചാരിയാണ്. BC 4-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ഭാരതം സന്ദർശിച്ചത്. അദ്ദേഹത്തിൻ്റെ രേഖകൾ പറയുന്നു, ദ കിങ്ഡം ഓഫ് രാമ, രാമന്റെ രാജ്യം, രാമരാജ്യം എന്നുള്ളൊരു കാഴ്ചപ്പാട് മെഗസ്തനിസ് ഭാരതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് AD 7-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിലേക്ക് വന്ന ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ്, അദ്ദേഹവും രാമായണത്തിൻ്റെ ജനകീയതയെക്കുറിച്ച് അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും രാമായണം നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ച ഒരു ഗ്രന്ഥമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കേവലം ഗ്രന്ഥം എന്നുള്ളതിലുപരിയായി രാമായണത്തിലെ ബിംബങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് മാതൃകയായി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറ്റൊരു ഏറ്റവും സുപ്രധാനമായ ഒരു വസ്തുതയാണ്, ലോകത്തിലെ ഒരുവിധം എല്ലാ ഭാഷകളിലും രാമായണത്തിൻ്റെ വിവർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാമായണത്തിൻ്റെ മൂലരൂപം ഉണ്ടായത് സംസ്കൃതത്തിലാണ്, വാത്മീകി രാമായണം. പിന്നീട് അങ്ങ് പരിശോധിച്ചാൽ 12-ാം നൂറ്റാണ്ടിൽ തമിഴ് ഭാഷയിൽ കമ്പരാമായണം കമ്പർ എഴുതി, തെലുങ്കിൽ രംഗനാഥൻ, ഹിന്ദിയിൽ രാമചരിതമാനസം, തുളസിദാസിൻ്റെ രാമായണം. പിന്നീട് ബംഗാളി രാമായണം, ഒറിയ ഭാഷയിൽ, മലയാള ഭാഷയിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കന്നഡ ഭാഷയിൽ, മറാത്തിയിൽ ഏകനാഥ് എന്നൊരു കവി. പിന്നീട് നോക്കൂ, വിദേശ ഭാഷകളായ ഇംഗ്ലീഷിൽ ധാരാളം പേർ രാമായണത്തിന് വിവർത്തനം രചിച്ചിട്ടുണ്ട്. പിന്നീട് മറ്റ് വിദേശ ഭാഷകൾ പരിശോധിച്ചാൽ ചൈനീസ് ഭാഷ, ജാപ്പനീസ്, തായ്, ഇന്തോനേഷ്യൻ, യൂറോപ്യൻ ഭാഷകൾ, ഇതിലൊക്കെ തന്നെ രാമായണത്തിൻ്റെ പരിഭാഷ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് രാമായണത്തിൻ്റെ പ്രാധാന്യം കേവലം മതപരമായോ വിശ്വാസപരമായോ ഉള്ള ഒരു അതിർത്തിക്കുള്ളിൽ ഒതുങ്ങാതെ രാജ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇതുതന്നെയാണ് രാമായണത്തിൻ്റെ ചരിത്രപരമായ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് നമുക്ക് വിശ്വസിക്കാം. നമസ്കാരം. പിബരേ രാമരസം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ഹരിശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിലോ മടിയാതെ. ശ്രീരാമ അഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥാ സങ്കലിതാനന്ദമമ്മാറിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ.
പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതപ്പോഴിതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണം. ഈ പ്രജകൾക്കനുരാഗമംഗളമുണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടില്ലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തമെടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനിയൊന്നു കൊണ്ടുമതു നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ വധ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്കടിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രനെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളീക നേത്രനാം രാമന് നിർണയം. നന്ദിതനായ സുമന്ത്രരുമന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയുമരുൾ ചെയ്തു. കേൾക്കാ നാളെ പുലർകാലെ ചമയിച്ചു ചെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ. ദിവ്യനാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളമഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ടുവായി കെട്ടിവച്ചിടണം. പുത്തൻ കുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം. മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്കകുശപാണികളായി സഭാന്തികെ. നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണീകവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാംഗണേ നിന്നു മനോഹരം ഹസ്ത്യശ്വപത്തിരഥാതിമഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും. ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരം ആശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടു മതിഭക്ത്യാ രഘുത്തമൻ. പുൽകലശസ്ഥിത നിർമ്മല വാരിണാ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും. ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേനടിയനതീവ അതീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ. എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നിരിപ്പോൾ നൃപാത്മജ. ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈര്യം ധന്യനായിടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതോ മിന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ. ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും
ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാങ്ങിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ, ശിക്ഷിക്ക വേണം ജഗത്തിത്താർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ, ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേശ്വഗോചരനായ അന്തര്യാമിയായി സർവജഗത്യന്ത്രവാഹകനായ നീ. ശുദ്ധതത്വാത്മകമായ ഒരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായയാ ജാതനാം. എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ, എന്നോടു ധാതാവു താനരുൾ ചെയ്കയാൽ. എന്നറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും. യോഗേശതേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം. ആചാര്യനിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിയായികമേ. ത്വൽപ്രസംഗാൽ സർവമുക്തിമിപ്പോളിതമപ്രവ്യക്തവ്യം മയാ രാമപുത്രജിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്രാവന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീടുഷസ്സിന്നു നീ എന്നരുൾ ചെയ്തു. ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതനെനിക്ക് അഭിഷേകമിളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ. വത്സാമമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കൂപ്പിട്ടുകൊണ്ടാലും നീ. മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം, മത്സരിപ്പാനിൽ ഇതിന്നു നമ്മോടാരും. ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യാവശിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോടാൽ അറിയിച്ചു സമസ്തവും. രാജീവ സംഭവനന്ദനൻ തന്നോട് രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു കുമാൻ. സമ്മോദം ഉൾക്കൊണ്ടതു കേട്ടു നേരത്തു നിർമ്മലമായോ ഒരു മാലിവും നൽകിനാൾ. കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയെ തുണയെന്നു ചേതസി ഭക്തിയാ വണങ്ങി വാണിയിടിനാൾ. അഭിഷേക വിഘ്നം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രീ വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുർഗതി നാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പിബരേ രാമരസം. ശ്രീരാമജയം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദശരഥ മഹാരാജാവിനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇക്ഷ്വാകു വംശത്തിൽ അജനും ഇന്ദുമതിക്കും പിറന്ന രാജകുമാരനായിരുന്നു നേമി. ഈ നേമി എന്ന രാജകുമാരനാണ് പിന്നീട്
ദശരഥൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 10 ദിശകളിലേക്ക്, മേലോട്ടും കീഴ്പോട്ടും അടക്കം 10 ദിശകളിലേക്ക് ഒരേ പ്രാവീണ്യത്തോടും ചാതുര്യത്തോടും കൂടി യുദ്ധം ചെയ്ത് ആക്രമിച്ച് കയറുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തെ കണക്കിലാക്കിയാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് ലഭിച്ചത്. ആ ദശരഥ മഹാരാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട വിനോദങ്ങളിൽ ഒന്നായിരുന്നു നായാട്ട്. വളരെ ദൂരെ നിന്ന് തന്നെ കേട്ടാൽ ശബ്ദത്തിൽ നിന്ന് തന്നെ മൃഗം എവിടെയാണെന്നും ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ് അവിടേക്ക് ലക്ഷ്യം വെച്ച് അമ്പെയ്ത് മൃഗങ്ങളെ വീഴ്ത്തുന്നതിന് അദ്ദേഹത്തിന് അനിതര സാധാരണമായ കഴിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്തരമൊരു നായാട്ടിന് പോയ അവസരത്തിൽ അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റുകയും അത് തന്മൂലം ശാപം കിട്ടുകയും ഉണ്ടായി എന്നാണ് കഥ. അദ്ദേഹം ഒരു രാത്രിയിൽ നായാട്ടിനിറങ്ങിയപ്പോൾ ഒരു നദിക്കരയിൽ നിന്ന് ഒരു മൃഗം ആനയോ മറ്റോ വെള്ളം കുടിക്കുന്ന മാതിരിയുള്ള ശബ്ദം കേൾക്കുകയുണ്ടായി. ആ ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യം വെച്ച് അദ്ദേഹം അമ്പെയ്യുകയും അമ്പ് കൊണ്ട് വീഴുന്ന ആ ലക്ഷ്യസ്ഥാനത്ത് വീണ ആ ഇര അയ്യോ അച്ഛ അമ്മേ എന്ന് ഉറക്കെ കരയുന്ന ശബ്ദം കേട്ടപ്പോൾ തനിക്ക് അബദ്ധം പിണഞ്ഞു എന്ന് മനസ്സിലായ രാജാവ് ഓടിച്ചെല്ലുകയും ചെന്ന് നോക്കുമ്പോൾ ഒരു മുനികുമാരൻ അമ്പ് കൊണ്ട് വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഉടനെ തന്നെ ആ മുനികുമാരനെ ശുശ്രൂഷിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ധരും വൃദ്ധരുമായ അമ്മയും അച്ഛനും അപ്പുറത്ത് ഒരു കുടിലുണ്ടെന്നും അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളം എടുക്കാൻ വന്നതാണെന്നും പറഞ്ഞു. രാജാവിൻ്റെ മടിയിൽ കിടന്ന് ആ മുനികുമാരൻ മരണമടയുകയും രാജാവ് വെള്ളമെടുത്ത് മുനികുമാരനെ എടുത്ത് ആ മുനിമാർ താമസിക്കുന്ന അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വിവരങ്ങളൊക്കെ പറഞ്ഞു, മാപ്പ് ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും വൃദ്ധരായ ആ മുനിക്കും പത്നിക്കും ശോകം സഹിക്കവയ്യാതെ രാജാവിനെ ശപിക്കേണ്ടി വന്നു. പുത്രശോകം മൂലം മരിക്കട്ടെ എന്ന് അവർ രാജാവിനെ ശപിച്ചു. ഇങ്ങനെ ശാപം രാജാവിനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ രാജാവ് വിവാഹിതനായി. മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു. കൗസല്യ, കൈകേയി, സുമിത്ര. ഈ മൂന്നിലും പുത്രന്മാരില്ലാതെ അദ്ദേഹം യാഗങ്ങളും യജ്ഞങ്ങളും നടത്തി നോക്കി. അവസാനം രാജഗുരു വസിഷ്ഠൻ്റെയും മറ്റു ഉപദേശപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്തുകയും യാഗത്തിൻ്റെ പ്രസാദമായി ലഭിച്ച പായസം 3 പത്നിമാർക്കും കൊടുത്ത് കാലാന്തരേണ അവർ ഗർഭാധാരണം ചെയ്യുകയും കൗസല്യയ്ക്ക് രാമനും കൈകേയിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നും ജനിക്കുകയും ചെയ്തു. ഈ രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസവും ആയുധാഭ്യാസവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി തൻ്റെ യജ്ഞത്തിന് പരിരക്ഷണം നൽകുന്നതിന് വേണ്ടി ഇവരെ വിട്ടുകിട്ടണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു കൊണ്ടുപോവുകയും ആ യാത്രക്കിടയിൽ താടകാവധം, അഹല്യാമോക്ഷം, സീതാപരിണയം തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ് അവർ തിരിച്ച് രാജ കുടുംബത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. അങ്ങനെ കഴിയുമ്പോൾ ദശരഥന് വാനപ്രസ്ഥത്തിനുള്ള സമയമായി. രാമന് യുവരാജാവായി അഭിഷേകം നടത്തണമെന്നുള്ള തീരുമാനം എടുക്കുകയും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടന്നു. ഇതിനിടയിൽ മന്ധര, കൈകേയിയുടെ തോഴിക്ക് ഒരു കുബുദ്ധി തോന്നി. രാമൻ രാജാവായാൽ കൗസല്യ രാജമാതാവാവും, അപ്പോൾ അവർക്കാണ് പ്രാധാന്യം കൂടും. അങ്ങനെ കൈകേയിയുടെ പ്രാധാന്യം കുറഞ്ഞു കഴിഞ്ഞാൽ മന്ധരയ്ക്കും കൊട്ടാരത്തിലെ പ്രസക്തി കുറയും, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെയാവുന്നൊരു തോന്നലൊക്കെ ഉണ്ടായിട്ട് അവർ കൗസല്യയ്ക്ക് കുബുദ്ധി ഉപദേശിക്കാൻ തുടങ്ങി. രാമനെ ഏത് തരത്തിലെങ്കിലും രാജാവാക്കാതിരിക്കാനുള്ള വഴികൾ പറഞ്ഞു, വേണ്ടത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് അപ്പോൾ അതിനൊരു വഴിയും പറഞ്ഞു കൊടുത്തു. ഇതിനു മുമ്പൊരിക്കൽ ദശരഥൻ ഒരു ദേവാസുര യുദ്ധത്തിന് പോയപ്പോൾ കൈകേയിയെ കൂടെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രഥത്തിൻ്റെ ചക്രം ഊരിപ്പോവുകയും അത് ആ ചക്രം ഊരിപ്പോവല്ല, ചക്രത്തിൻ്റെ അച്ചാണി ഊരിപ്പോയപ്പോൾ അവിടെ അച്ചാണിക്ക് പകരം കൈകേയി സ്വന്തം വിരൽ ഇട്ട് യുദ്ധം കഴിയുന്നവരെ ആ തേര് വേണ്ടവണ്ണം
തെളിച്ചു കൊണ്ടു നടക്കാൻ സഹായിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെയാണ് യുദ്ധം ജയിച്ചത് അവസാനം. അപ്പോൾ ദശരഥന് അതിൽ സന്തോഷം തോന്നി. ദശരഥൻ കൈകേയിയോട് ആവശ്യമുള്ള 2 വരങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തൽക്കാലം ഒന്നും വേണ്ടെന്ന് ആവശ്യമുള്ളപ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കൈകേയി ദശരഥനോട് ഇപ്പോൾ 2 വരം ചോദിച്ചു. ഒന്ന്, രാമനെ കാട്ടിലേക്ക് വനത്തിലേക്ക് അയക്കുക, ഭരതനെ രാജാവാക്കുക. ഈ 2ഉം കേട്ടപ്പോൾ ദശരഥന് വിഷമമായി. ദശരഥൻ കൈകേയിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ധാരാളം ശ്രമിച്ചു, നടന്നില്ല. അങ്ങനെ ദശരഥൻ മോഹത്സ്യപ്പെട്ടു വീഴുകയും രാമൻ ഈ വിവരമൊക്കെ അറിഞ്ഞു വന്ന് ദശരഥനോട് അച്ഛൻ എടുത്ത അല്ലെങ്കിൽ അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കേണ്ട ചുമതല, അതിനുവേണ്ടി സഹായിക്കേണ്ട ചുമതല മകനുണ്ടെന്ന് പറഞ്ഞ് രാമൻ സ്വയം കാട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയും രാമനും സീതയും ലക്ഷ്മണനും കൂടി കാട്ടിലേക്ക് പോവുകയും ഇതിൽ മനോദുഃഖം മൂലം ദശരഥൻ താമസം വിന മരണമടയുകയാണ് ഉണ്ടായത്. ഇതാണ് ദശരഥൻ്റെ കഥ. ഇതിൽ നിന്ന് ഒരു കാര്യം, ഈ രാമായണത്തിൻ്റെ കഥയുടെ ഗതി തന്നെ നിയന്ത്രിച്ചത് ഈ ദശരഥന് കിട്ടിയ ശാപവും ദശരഥൻ കൈകേയിക്ക് കൊടുത്ത ഈ വരവും, ഇത് രണ്ടുമാണ് രാമായണ കഥയുടെ ഗതി നിയന്ത്രിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് തത്കാലം നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം. പിബരേ രാമരസം दशरथात्मजदनुजनाशन रामचन्द्र दयानिधे दशरथात्मजदनुजनाशन रामचन्द्र दयानिधे देवकी सुत द्वारकाधिप वासुदेव कृपाम्बुधे देवकी सुत द्वारकाधिप वासुदेव नमोस्तुते सीताराम 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 राधेश्याम 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 परम पावन दुरित वारण रामचंद्र नमोस्तुते परम पावन दुरित वारण रामचंद्र नमोस्तुते पतित रक्षक भव विनाशक वासुदेव नमोस्तुते पतित रक्षक भव विनाशक वासुदेव नमोस्तुते सीताराम 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 राधेश्याम 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 रघुकुलोत्तम रमण विग्रह राक्षसान्तक पाहि माम् रघुकुलोत्तम रमण विग्रह राक्षसान्तक पाहि माम् यदुकुलोद्भव यतिमनोलय सान्द्रसुन्दर पाहि माम् यदुकुलोद्भव यतिमनोलय सान्द्रसुन्दर पाहि माम् सीताराम सीताराम सीताराम
सीताराम राधेश्याम 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 भुवननायक पुनीतमानस रामचन्द्र महाप्रभो भुवननायक पुनीतमानस रामचन्द्र महाप्रभो मृत्युभयान्धक कलिमलापः वासुदेव नमो नमः मृत्युभयान्तक कलिमलापः वासुदेव नमो नमो सीताराम 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 राधेश्याम 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 दशरथात्मज धनुजनाशन रामचन्द्र महानिधे दशरथात्मज धनुजनाशक रामचन्द्र दयानिधे देवकी सुत द्वारकाधीप वासुदेव कृपाम्बुधे देवकी सुत द्वारकाधीप वासुदेव नमोस्तुते सीताराम 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 राधेश्याम 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 सीताराम 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 पिबरे रामरसम् पिबरे रामरसम् पिबरे रामरसम् रसने पिबरे रामरसम्